സാറേ ഒരു അവസാനമില്ലേ, കുറെ നേരമായല്ലോ പറയാൻ തുടങ്ങിയിട്ടെന്ന്. അപ്പൊ നമ്മൾ വണ്ടി വിടുകയാണ്. വണ്ടി വിട്ട് കഴിഞ്ഞാൽ പിന്നെ എവിടെയാ നിൽക്കുക? അപ്പം ഇതിനകത്ത് പ്രത്യേകിച്ച് ഇപ്പൊ നമുക്ക് പറയുവാനൊന്നുമില്ല. സാർ ഇങ്ങനെ സില്ലി ആയിട്ട് പറയല്ലേ, സാർ ഒന്ന് സീരിയസ് ആവും എന്നൊക്കെ പറയുന്നവരുണ്ടാവും. അപ്പം ചങ്കുകളെ, നമ്മളങ്ങ് നടന്ന് തുടങ്ങാണ്. സാറേ ഈ മഴയൊക്കെ ഒന്ന് നിന്നിട്ട് പോരെ? ഇതാ മഴ വെയിൽ എന്നൊക്കെ പറഞ്ഞ് നിന്നാണ്ടല്ലോ നീറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നേ. അതുകൊണ്ട് നമ്മൾ നടക്കാണ്. മെയ് 4 2025 വരെ നമ്മൾ നടക്കും. കഴിഞ്ഞ വർഷം മെയ് 5 to 24 ഡ്രീം നീറ്റ് ജേണി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ സ്റ്റുഡൻസിൽ നിന്ന് നിങ്ങൾ ഇന്ന് ലഭിച്ച ഫീഡ്ബാക്ക് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമായിരുന്നു. അപ്പം ഇത്തവണ നമ്മൾ അതിലും വലിയൊരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുവാനുള്ള വാട്സ്ആപ്പ് ചാനലുണ്ട്, കമ്മ്യൂണിറ്റി ഉണ്ട്. അതിന്റെ രണ്ടിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഒക്കെ നമ്മൾ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പൊ നമ്മള് ഇത്തവണ അതിലും വലിയൊരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം നമ്മുടെ ചാനൽ ഗ്രോ ആവുമ്പോൾ നമുക്കൊരു എനർജി വരും, മോട്ടിവേഷൻ ആവും. കാരണം നമ്മൾ മോട്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ ഒരുപാട് കണ്ടന്റ്സ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പം അതനുസരിച്ച് നമ്മൾ ഗ്രോ ആവും. അപ്പൊ നിങ്ങള് നമ്മുടെ കമന്റ് ബോക്സ് ഒക്കെ നിന്ന് കത്തട്ടടാ. പൊടിയും പുകയും ഒക്കെ ഉയരുമ്പോണ്ടല്ലോ ആളുകൾ വന്ന് നോക്കും എന്താ ഇവിടെ നടക്കുന്നതെന്ന്. അപ്പൊ ആള് കൂടുമ്പോ നമുക്ക് ഡ്രീം നീറ്റ് ജേണി ടു 25 അങ്ങ് പോണം. അപ്പൊ ഒരുപാട് പേരുണ്ടാവുമ്പോൾ ഒരുപാട് കണ്ടന്റ്സ് നമുക്ക് ഡെലിവർ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കത് ഒരുപാട് ഹെൽപ്ഫുൾ ആവും. അപ്പൊ കൂട്ടേണ്ടവരെയൊക്കെ കൂട്ടിക്കോ, മാക്സിമം ഷെയർ ആക്ക്. ഫ്രണ്ട്സ്, ബാച്ച്മേറ്റ്സ് ഒക്കെ ലൈക്ക്, കമന്റ്, സബ്സ്ക്രിപ്ഷൻ, ബെല്ലൈക്കൺ ഒക്കെ എനേബിൾ ആക്കി വെച്ചോ. ഒരുപാട് കണ്ടന്റ്സ്, നല്ല നല്ല കണ്ടന്റ്സ് വരും. കഴിഞ്ഞ തവണ നമ്മൾ ഒരുപാട് സ്റ്റുഡൻസിന് നമ്മുടെ കമ്മ്യൂണിറ്റി വഴി ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചു. ഒരുപാട് നല്ല കണ്ടന്റുകൾ നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുവാൻ സാധിച്ചു. അപ്പൊ ഇന്ന് പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ യാത്ര പോകുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും നിങ്ങളുടെ ഒരു വർഷം പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ആവുന്നത്. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇന്നത്തെ സ്ലൈഡിൽ നമ്മൾ പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട്, നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റുഡൻസ് വരുത്തുന്ന മിസ്റ്റേക്കുകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ കഴിയും. അത് നിങ്ങളുടെ ഒരുപാട് സമയം നിങ്ങൾക്ക് ലാഭിക്കും. കാരണം നിങ്ങൾ അങ്ങ് മുന്നോട്ട് പോകും. ഒരു 6 മാസമൊക്കെ കഴിഞ്ഞിട്ടാവും മനസ്സിലാവുക ഇന്ന കാര്യങ്ങൾ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പാടില്ല എന്ന്. അപ്പം നമുക്ക് സമയം ഒരുപാട് പോയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ അത്തരം മിസ്റ്റേക്കുകളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടേക്ക് കെയർ. ഓരോ സ്ലൈഡും നിങ്ങൾ, ഓരോ പോയിന്റും നിങ്ങൾ ശ്രദ്ധിക്കുക, മിസ്റ്റേക്കുകൾ വരുത്താതിരിക്കുക. അപ്പൊ നമ്മൾ വണ്ടി വിടുകയാണ്. വണ്ടി വിട്ട് കഴിഞ്ഞാൽ പിന്നെ എവിടെയാ നിൽക്കാന്ന് അറിയോ? എയിംസിന്റെ, ജിപ്മറിന്റെ, മെഡിക്കൽ കോളേജിന്റെ ഒക്കെ ഫ്രണ്ടിൽ. അപ്പൊ അവിടെ ഇറങ്ങിക്കോണം. സെറ്റ് സെറ്റ് സെറ്റ്. അപ്പൊ പറഞ്ഞ പോലെ ലൈക്ക്, കമന്റ്, ഷെയർ. നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ കാണാം. അപ്പൊ അപ്പം നമ്മുടെ ആദ്യത്തെ സ്ലൈഡ് നമുക്ക് ഇതുപോലെ ചെയ്യാൻ സാധിക്കണം. ഇങ്ങനെ ടിക്ക് ടിക്ക് ടിക്ക്. ഇത് കണ്ടോ? ടിക്ക് 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 ടിക്ക്. ടോപ്പോസിന്റെ ഒരു സീക്രട്ട് ആയി സംഭവം. ഇത് നിങ്ങൾക്ക് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ നീറ്റ് എടുത്തു എന്നാണ്. സെറ്റായി. ഇനി ഒന്നും നോക്കണ്ട. അപ്പൊ നമുക്ക് അതിന് എന്ത് വേണമെന്നറിയോ? നിങ്ങൾ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും പഠിക്കാൻ. പക്ഷെ നമ്മൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു ഓറിയന്റേഷൻ ഇല്ലാതെ പഠിക്കുന്നതിനേക്കാളും നമുക്കൊരു ഷെഡ്യൂൾ വേണം. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഷെഡ്യൂൾ ഫോളോ ചെയ്യുന്നുണ്ട്, അത് തന്നെ പോരോ എന്നുള്ള രീതിയിൽ. പക്ഷെ പലപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടേതായ സബ്ജക്റ്റിൽ വീക്ക്നെസ് ഉണ്ടാവും. ചിലപ്പോൾ ചിലർക്ക് ബയോളജി ആയിരിക്കും, ഫിസിക്സ് ആയിരിക്കും, കെമിസ്ട്രി ആയിരിക്കും. അപ്പൊ നിങ്ങളുടേതായ രീതിയിൽ ഒരു പ്ലാന് നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളത് നീറ്റ് ജേണിയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. കാരണം പലപ്പോഴും നീറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് അതിന്റെ റാങ്കുകൾ മാറി മറിയുന്നത്. സോ നമുക്ക് നമ്മുടേതായ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാവേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങളൊരു ഷെഡ്യൂൾ ഉണ്ടാക്കുക. ഇപ്പം മെയ് 4 വരെയുള്ള, നമ്മൾ നീറ്റിന് പോകുന്ന അന്നേ ദിവസം വരെയുള്ള എല്ലാ ഷെഡ്യൂളും നമ്മൾ ആദ്യം തന്നെ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. അപ്പം അതിനകത്ത് ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങള്, പലപ്പോഴും നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഐഡിയ ഉണ്ടാവില്ല എങ്ങനെ ഷെഡ്യൂൾ ചെയ്യും. ഇപ്പം തിയറി എത്ര വായിക്കും, അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ എത്ര സമയം എടുക്കണം, എത്ര ക്വസ്റ്റ്യൻ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒപ്പീനിയൻ എടുക്കാം. കഴിഞ്ഞ തവണ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് സ്റ്റുഡൻസിനെ ഷെഡ്യൂൾ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ നൽകാൻ എനിക്ക് കഴിയുമെന്നല്ല. അത് കാരണം നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയാണ്, നിങ്ങളുടെ ഏത് സബ്ജക്റ്റിലാണ് വീക്ക്നെസ്, നിങ്ങൾ എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തതെന്ന് അറിയുന്നത് നിങ്ങൾക്കാണ്, നിങ്ങളെ കുറിച്ച് കൂടുതലും. അതുകൊണ്ട് തന്നെ മറ്റൊരാൾക്ക് ഒരു പെർഫെക്റ്റ് പ്ലാൻ നിങ്ങൾക്ക് തരാൻ കഴിയില്ല. അത് ആദ്യമേ ഞാൻ പറയാം. പക്ഷേ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒപ്പീനിയൻസ്, ഓരോ ചാപ്റ്റർ എങ്ങനെ വായിക്കണം, എത്ര ക്വസ്റ്റ്യൻ ചെയ്യണം, അത്തരം കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. അത്തരം ഒരുപാട് ഹെൽപ്പ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, ഇഫ് യു ആർ ജോയിനിങ് അവർ കമ്മ്യൂണിറ്റി, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഐ എം റെഡി ടു ഹെൽപ്പ് യു. അതെനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അപ്പം പക്ഷെ പ്ലാൻ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഷെഡ്യൂൾ നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പൊ നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പ്ലാൻ ഉണ്ടെങ്കിലും നമ്മുടേതായ കാര്യങ്ങൾക്ക് നമുക്ക് നമ്മുടേതായ ഒരു പ്ലാൻ ഉണ്ടാവണം. ഇന്ന ദിവസങ്ങളിൽ ഞാൻ ഇന്നതെല്ലാം തീർക്കും, അങ്ങനെ ഒരു പ്ലാൻ. അപ്പൊ നിങ്ങൾക്ക് ഓരോ ദിവസവും ഇങ്ങനെ ടിക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ
അതിനർത്ഥം നിങ്ങൾ യു ആർ ഇൻ എ റൈറ്റ് ഡിറക്ഷൻ എന്നാണ്. അല്ല ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ റീതിങ്ക് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നീറ്റ് കിട്ടൂല. ഒരു ദിവസം അന്നത്തെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല, നെക്സ്റ്റ് ഡേയും ഇങ്ങനെയാണ്, നെക്സ്റ്റ് ഡേയും ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ അപ്പം നീറ്റ് കിട്ടാനുള്ള സാധ്യത കുറഞ്ഞു വരികയാണ്. ടോപ്പേഴ്സിന്റെ സീക്രട്ട് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നമുക്ക് ഇങ്ങനെ ടിക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ബെസ്റ്റ് എന്നാണ്. പക്ഷെ ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെയാണെങ്കിലും പക്ഷെ നെക്സ്റ്റ് ഡേയിൽ നമുക്കത് കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പൊ അതൊക്കെയാണ്. ഷെഡ്യൂൾ ഉണ്ടായാൽ മാത്രം പോരാ, ഷെഡ്യൂൾ എക്സിക്യൂട്ട് ചെയ്യണം. കഴിഞ്ഞ തവണ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് സ്റ്റുഡൻസ് അവസാനം വന്ന് ഇങ്ങനെ ചോദിക്കും, സാറേ ഇനി 4 മാസം കൊണ്ട് പഠിച്ചാൽ കിട്ടുമോ, 2 മാസം കൊണ്ട് പഠിച്ചാൽ കിട്ടുമോ, അങ്ങനെ. അതെന്തുകൊണ്ടാണ്? ഷെഡ്യൂള് നമ്മൾ ആദ്യമൊക്കെ ഉഴപ്പിപ്പോയിട്ട് അവസാനം ഷെഡ്യൂൾ ടൈറ്റ് ആവുന്നതാണ്. അപ്പൊ അതിന് നിങ്ങൾ ഇടവരുത്തരുത്. നീറ്റിൽ നിങ്ങൾ ആദ്യം തന്നെ ഷെഡ്യൂൾ ചെയ്ത് കൃത്യമായിട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നീറ്റ് കിട്ടുള്ളൂ. കാരണം ഇത്തവണത്തെയൊക്കെ കട്ട് ഓഫ് അറിയാലോ. അപ്പൊ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോകാം. സെറ്റ്. അപ്പം ദാ ഈ സ്ലൈഡിനകത്തുണ്ടല്ലോ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. അതായത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പൊ നിങ്ങളുടെ സ്കോർ 300 ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ലെസ് ദാൻ 300. ഇനിയിപ്പോ ഒരു സ്റ്റുഡന്റിന്റെ സ്കോർ 500 അല്ലെങ്കിൽ 500 എബോ. അപ്പൊ നമുക്ക് ഇവിടെ എടുക്കാം, ഈ 300 സ്കോർ ചെയ്ത സ്റ്റുഡന്റ്, അവർക്ക് ബയോളജിയിൽ ഇപ്പം ഒരു 100 വന്നു എന്ന് വിചാരിക്കുക. ബാക്കി ഫിസിക്സിൽ 100 അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ 100 അങ്ങനെ വന്നു. ഇനിയിപ്പം 500 എബോ അല്ലെങ്കിൽ 500 സ്കോർ ചെയ്ത സ്റ്റുഡന്റിന്റെ കേസ് എടുക്കാം. 340 ആണ് അവർക്ക് ബയോളജിയിൽ വന്നത്. അപ്പൊ ബാക്കി എത്ര വന്നു? 160 വന്നു. അപ്പൊ ഈ 160യിൽ ഇനിയിപ്പോ ഇപ്പം 100 അവർക്ക് കെമിസ്ട്രിയിൽ വന്നെന്ന് വിചാരിക്കാം. ബാക്കി 60 ആണ് അവർക്ക് എന്ത് വന്നത്? ഫിസിക്സിൽ വന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും 500 എബോ സ്കോർ ചെയ്തിരിക്കുന്നു. ഇവിടെ ഈ സ്റ്റുഡന്റിന്റെ കേസിലാണെങ്കിൽ 300 അല്ലെങ്കിൽ 300 ബിലോ ആണ്. പക്ഷെ ഇവിടെ നോക്കൂ, ഫിസിക്സിലെ ഈ ഒരു 300 സ്കോർ ചെയ്ത സ്റ്റുഡന്റ് ആണ് ഇവിടെ നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത്. അവർക്കിപ്പം ഫിസിക്സിൽ 100 കിട്ടിയെന്ന് വിചാരിക്കാം. പക്ഷെ മറ്റേ 500 എബോ സ്കോർ ചെയ്തിട്ടും അവർക്ക് ഇപ്പം 60 റേഞ്ചിലേ വന്നുള്ളൂ ഫിസിക്സ് എന്നാണ്. അപ്പം എത്രത്തോളം അപ്പൊ നമുക്കൊരിക്കലും നമ്മുടെ സ്കോർ ചെയ്തിട്ട് നമുക്ക് തോന്നാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ സ്കോർ ബേസ് ചെയ്തിട്ടല്ല നമ്മൾ ക്രൈറ്റീരിയ ഫിക്സ് ചെയ്യേണ്ടത്. നമ്മൾ ഓരോ സബ്ജക്റ്റിലും ഏത് സബ്ജക്റ്റിലാണ് നമ്മൾ സ്കോർ വീക്കായി എന്നുള്ളതാണ്, നമ്മൾ കുറഞ്ഞു പോയത്. ആ സബ്ജക്റ്റ് നമ്മൾ തിയറി വായിച്ച് സ്ട്രോങ് ആക്കണം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പം നിങ്ങൾ ഈ ഒരു 500 എബോ സ്കോർ ചെയ്തെന്ന് വിചാരിക്കും, നിങ്ങൾ വിചാരിക്കും നെക്സ്റ്റ് ടൈം നീറ്റ് കിട്ടുമല്ലോ, എനിക്ക് ഇപ്പം തന്നെ 500 വന്നു, നെക്സ്റ്റ് ടൈം ഇനി 6. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കുക, ഫിസിക്സിൽ നിങ്ങളെക്കാൾ എത്രയോ മുമ്പിലാണ് ഈ 300, അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ നിങ്ങളെ പോലെ തന്നെയാണ് ഈ 300 അല്ലെങ്കിൽ 300ന് താഴെ സ്കോർ ചെയ്ത സ്റ്റുഡന്റ്. അപ്പം നിങ്ങളെ ഔട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു കഴിവ് ഈ 300ന് താഴെ സ്കോർ ചെയ്ത ഒരു സ്റ്റുഡന്റിന് പോലും ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ സ്കോർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ആത്മവിശ്വാസം, കോൺഫിഡൻസ് അല്ല നമുക്ക് ഉണ്ടാവേണ്ടത്. നമുക്കൊരു സബ്ജക്റ്റിൽ ഏത് സബ്ജക്റ്റിലാണ് നമ്മൾ വീക്ക് ആയത്, അങ്ങനെയുള്ള ആ ഒരു സബ്ജക്ട് നമ്മൾ നോക്കിയിട്ട് അതിൽ നമ്മൾ സ്ട്രോങ് ആക്കുവാനുള്ള അത്തരത്തിലുള്ള ഒരു കാര്യത്തിനാവണം നിങ്ങളുടെ ക്രൈറ്റീരിയ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം 300ന് താഴെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം സ്കോർ 300ന് താഴെയാന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ബയോളജിയിൽ ഒരു 200 സ്കോർ ചെയ്തു, ബാക്കി ഫിസിക്സ് കെമിസ്ട്രിയുടെ 100 വന്നത്. അപ്പൊ 50-50 വന്നു എന്ന് വിചാരിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരുപാട് തിയറി വായിക്കാണ്ട് എന്നാണ് അർത്ഥം. തിയറി വായിക്കാണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ തിയറിയും വായിച്ചുകൊണ്ടിരുന്ന നീറ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. കാരണം നീറ്റ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിട്ട് എക്സാം ഹാളിൽ എത്തുമ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഐഡിയ നമ്മുടെ മൈൻഡിൽ കത്തണം, സോൾവ് ചെയ്തിട്ട് നമുക്ക് ആൻസറിലോട്ട് എത്താൻ സാധിക്കും. അപ്പൊ അതിന് പ്രാക്ടീസ് ചെയ്യാൻ ടൈം കിട്ടൂലേ തിയറി വായിച്ചിരുന്നാൽ. കഴിഞ്ഞ തവണ നമുക്കൊക്കെ അറിയാം, ഒരുപാട് സ്റ്റുഡൻസ് തിയറി വായിച്ചിരുന്നിട്ട് അവസാനം PYQs അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ആ ഒരു ശ്രമം നടത്തി. പക്ഷെ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ വിജയിക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങളായി തിയറി വായിക്കേണ്ട ആളാണ്. നിങ്ങൾക്ക് സ്കോർ വളരെ കുറവാണ് ചില സബ്ജക്റ്റിൽ, തിയറി നന്നായിട്ട് തന്നെ വായിക്കണം ഫിസിക്സ് കെമിസ്ട്രിയിൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട സ്ട്രാറ്റജി. അല്ലാണ്ട് നിങ്ങൾ ലേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ ടൈം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെക്കാൾ വീക്ക് ആവും. അപ്പൊ നിങ്ങളിപ്പോ 500 എബോ സ്കോർ ചെയ്തിട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ സാധിക്കാത്തതിന്റെ ഒരു കാരണം അതായിരിക്കാം. നമ്മുടെ സ്കോർ ബേസ് ചെയ്തിട്ടല്ല, നമ്മൾ തിയറി വായിക്കണം. തിയറി വായിക്കേണ്ട ആളാണെങ്കിൽ ആ സബ്ജക്ട് നിങ്ങൾ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് അതിലെ പെട്ടെന്ന് തന്നെ തിയറി ഫിനിഷ് ചെയ്ത് പ്രാക്ടീസിലോട്ട് മാറുക എന്നുള്ളതാണ്. അപ്പം സെറ്റ്. അടുത്ത സ്ലൈഡിൽ നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സ്ലൈഡിൽ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. കാരണം ഇത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരുപാട് സമയം നിങ്ങളുടെ പോകും. ചിലപ്പോൾ നിങ്ങൾ പിന്നീട് അവസാനമൊക്കെ ആയിരിക്കും ഇത് മനസ്സിലാവുന്നത്. അപ്പൊ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ നോട്ട് എഴുതുമ്പോണ്ടല്ലോ, ഒരു ലെക്ചർ നിങ്ങളിപ്പം അല്ലെങ്കിൽ ക്ലാസ് കേട്ടു, നോട്ട് എഴുതി, നിങ്ങളിപ്പം ബയോളജി അല്ലെങ്കിൽ ഇനിയിപ്പം ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ അങ്ങനെ നോട്ട് എഴുതി പോയിട്ട് പിന്നീട് നിങ്ങൾ രണ്ടാമത് ഈ ഒരു നോട്ടിലോട്ട് വരുമ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്കൊരു ലിങ്ക് കിട്ടൂല.
അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ആദ്യത്തെ നമ്മളെ നോട്ട് എടുത്ത് തന്നെ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ അതിന്റെ സൈഡിലൊക്കെ എഴുതി വെച്ചുകൊണ്ട് ഇത് ഇന്നതാണ്. അപ്പം ചില പോയിന്റ് മാത്രം എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ലിങ്ക് പലപ്പോഴും പിന്നീട് അത് മറന്നു പോകും. ആ സമയത്ത് നമുക്ക് ഐഡിയ ഉണ്ടാവും, നമുക്ക് ആ ഒരു മൈൻഡിൽ ഉള്ളതുകൊണ്ട്. പക്ഷെ പിന്നീട് നമുക്ക് വീണ്ടും അതിലോട്ട് വരുന്ന സമയത്ത് വീണ്ടും ആ ഒരു ലെക്ചർ കേൾക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മുടെ സമയം പോകും. അപ്പൊ നിങ്ങൾ ആദ്യത്തെ നോട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതി വെക്കുക. എല്ലാ പോയിന്റുകളും നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അതിന്റെ കൂടെ അതിന്റെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കും. അപ്പൊ ആദ്യത്തെ നോട്ട് അത്തരത്തിലൊരു ഒരു എലാബറേറ്റ് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു നോട്ടായിരിക്കണം. ദെൻ രണ്ടാമത്തെ നോട്ട് എന്തിനാണെന്നറിയോ? നിങ്ങളിപ്പം ഈ ഒരു ആദ്യത്തെ നോട്ടിൽ എന്നാകെ എഴുതി വെച്ച ഈ ഒരു നോട്ടില് അതായിരിക്കില്ല നിങ്ങൾ അവസാനം റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എക്സാമിന് പോകുന്നതിന്റെ തൊട്ടുപോലെ അവസാനം ഒരു 6 ദിവസത്തെ റിവിഷൻ ഒക്കെ ഉണ്ട്. അവസാന ദിവസത്തെ ആ ഒരു റിവിഷനുകളിൽ റാങ്ക് അങ്ങോട്ട് മാറി മറിയുന്നതൊക്കെ. അപ്പൊ ആ ഒരു റിവിഷൻ നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് നമുക്ക് എല്ലാം വായിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അപ്പം വേണ്ടത് മാത്രം വായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിപ്പം ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് ഒരു നോട്ട്ബുക്ക് എഴുതി വെച്ചു. അതിൽ നിന്ന് നിങ്ങൾ ഇപ്പൊ റിവൈസ് ചെയ്തു വീണ്ടും റിവൈസ് ചെയ്തൊക്കെ വരുമ്പോൾ ഫൈനലി നിങ്ങൾക്ക് മറന്നു പോകുന്ന പോയിന്റുകൾ, വേണ്ട പോയിന്റ്സ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് അതൊക്കെ ഉണ്ടാവും. അത് മാത്രം നമുക്ക് ഫൈനൽ റിവിഷന് വേണ്ടിയിട്ട് ഫൈനൽ റിവിഷൻ ബുക്കിലോട്ട് നിങ്ങൾ എഴുതി വെക്കുക, ഓരോ ചാപ്റ്ററിലും ഇതുപോലെ. അപ്പൊ നമ്മൾ ആദ്യം വായിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ബുക്കിലല്ല എഴുതി വെച്ച് ദെൻ അത് വീണ്ടും നമ്മൾ വായിച്ച് റിവൈസ് ചെയ്ത് അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് ഫൈനൽ റിവിഷന് വേണ്ടിയിട്ടുള്ള റിവിഷൻ ബുക്കിൽ എഴുതി വെക്കുക എന്നുള്ളതാണ്. ഓരോ ചാപ്റ്ററും നിങ്ങൾ റെഡി ആയി സെറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ റിവിഷൻ ബുക്ക് നിങ്ങൾക്ക് തയ്യാറാക്കാം. അപ്പം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇല്ലെങ്കിൽ ടൈം പോകും. അപ്പൊ നമ്മൾ അടുത്തതിലോട്ട് പോകാം. അപ്പൊ നമ്മള് ജിമ്മ് പോവാണ്. ഇതാ സാധാ ജിമ്മല്ല, നമ്മുടെ ബ്രെയിൻ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജിമ്മില്. അപ്പം ഇതാണ് നീറ്റിന്റെ എല്ലാം എല്ലാം എല്ലാം. ഇത് കൂടുതൽ തവണ ആര് ചെയ്യുന്നോ അവരാണ് നീറ്റ് ക്രാക്ക് ചെയ്യുന്നത്. അപ്പം പല സ്റ്റുഡൻസിനും ഇതിന് സാധിക്കാറില്ല. കാരണം നീറ്റ് ഒരുപാട് വായിക്കാനുള്ളതുകൊണ്ട് തന്നെ സിലബസ് വൈഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ജിമ്മിൽ പോകാൻ അവർക്ക് പറ്റാറില്ല. നമ്മൾ പറഞ്ഞ ബ്രെയിൻ ജിം. അപ്പൊ ആ ഒരു സംഭവം ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞാൽ എന്താ പറയുക, റിവിഷൻ ആടാ റിവിഷൻ, വേറെ ഒന്നുമല്ല. കൂടുതൽ റിവൈസ് ചെയ്യുന്നവർക്കാണ് നീറ്റ് കിട്ടുക. അപ്പം അതിൽ നമ്മൾ എബിംഗ്ഹോസ് ഫോർഗെറ്റിംഗ് കർവ് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മൾ, അതായത് ഈ ഫോർഗെറ്റിംഗ് കർവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഉണ്ടല്ലോ ഈ റിവൈസ് ചെയ്യാന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ബുക്ക് ഇരുന്ന് വായിച്ചു കഴിഞ്ഞാലേ ഒരുപാട് സ്റ്റുഡൻസ് ചെയ്യുന്നതാണ്, ഒരു ചാപ്റ്റർ ഇങ്ങനെ ഓടിച്ചു പോകും. പക്ഷേ അങ്ങനെ നമ്മൾ റീഡ് ചെയ്യുന്നതിനേക്കാളും എഫക്റ്റീവ് എന്താണെന്ന് അറിയോ, റീകാൾ ആണ്. റീകോൾ സ്ട്രാറ്റജിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വായിക്കുക, ദെൻ ബുക്ക് അടച്ചു വെച്ചിട്ട് ഓർത്ത് നോക്കിടുക, ബ്രെയിൻ എക്സസൈസ് കൊടുക്കുക. അപ്പോഴാണ് നമ്മൾ റിട്ടൻഷൻ കൂടുക. അപ്പം അങ്ങനെ ആ രീതിയിൽ നിങ്ങൾ ബ്രെയിനിന് എപ്പോഴും എക്സസൈസ് കൊടുത്തുകൊണ്ട് വേണം നീറ്റ് ജേണി നിങ്ങളെ മുന്നോട്ട് പോകാൻ. അപ്പം അതുപോലെ തന്നെ തിയറി കഴിഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ, ആ ഒരു രീതിയിൽ നമുക്കത് റിട്രീവ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്യണം. അപ്പൊ പിന്നീട് ഫൈനലി അങ്ങനെ ചെയ്തു വരുമ്പോൾ റിവിഷൻസ് ഷോർട്ടർ ആവും. അവസാനം നീറ്റിന് പോകുന്നതിന്റെ തലേ ദിവസങ്ങളിലൊക്കെ 1-2 ദിവസം കൊണ്ടൊക്കെ കംപ്ലീറ്റ് സബ്ജക്റ്റുകൾ ഫിനിഷ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു രീതിയിൽ എന്ത് ചെയ്യാം, ഒന്ന് നിങ്ങൾക്ക് ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ട് അടിപൊളിയായി പഠിച്ചു, ദെൻ നിങ്ങൾക്ക് നിങ്ങൾ എക്സാം എഴുതി പിന്നീട് ഫർദർ റിവിഷൻ ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ടെസ്റ്റ് എഴുതിയിട്ട് വേണമെങ്കിൽ റിവൈസ് ചെയ്യാം. എന്ന് പറഞ്ഞാലേ ആ ഒരു മോഡിലോട്ട് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യാം, അത് എഫക്റ്റീവ് ആണ്. നിങ്ങളിപ്പം വീണ്ടും വീണ്ടും ഇങ്ങനെ കംപ്ലീറ്റ് വായിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആ എക്സാം ആ ഒരു ചാപ്റ്റർ നിങ്ങൾ സെറ്റ് ആണെന്ന് വിചാരിക്കുക, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ടെസ്റ്റ് ചെയ്താം. ടെസ്റ്റ് ചെയ്ത് മനസ്സിലാവും ഇന്ന ഭാഗങ്ങളിലൊക്കെ വീക്ക് ആണെന്ന്. അപ്പൊ ആ ഏരിയ പോയിട്ട് റിവൈസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ആ ഏരിയയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ വീക്കായ ഏരിയാസ് മോർ സ്ട്രോങ് ആവും. മറ്റേത് എല്ലാം കൂടി ഒരുമിച്ച് വീണ്ടും വായിക്കുമ്പോൾ അതിന് അത്ര ഒരു എഫക്റ്റീവ്നെസ് അവിടെ കിട്ടില്ല. അപ്പൊ ആ ഒരു മോഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എബിംഗ്ഹോസ് ഫോർഗെറ്റിംഗ് കർവിലോട്ട് വരുമ്പോൾ നമ്മൾ വായിച്ച കാര്യങ്ങൾ അന്ന് രാത്രി നമ്മൾ റിവൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ന്യൂറോണൽ ഫയറിംഗ് ആൻഡ് റീആക്ടിവേഷൻ ബ്രെയിനിൽ നടക്കുന്നുണ്ട്. സ്ലീപ്പ് സ്റ്റഡി ടെക്നിക്, അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഐ ബട്ടണിൽ അതിന്റെ ലിങ്ക് ഇടാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും എന്തുകൊണ്ടാണ് ഉറങ്ങുന്നതിന് മുമ്പ് പഠിക്കണമെന്നും. അപ്പം പഠിക്കുക, ഉറങ്ങുക, പഠിക്കുക, സ്ലീപ്പ് സാൻഡ്വിച്ച് ടെക്നിക്കാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അത് സാൻഡ്വിച്ച് ചെയ്യപ്പെടുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്നൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ കാണുക. അപ്പം നിങ്ങൾ റിവിഷനുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾ ഫസ്റ്റ് ഡേ അപ്പം നമ്മൾ പറഞ്ഞു എല്ലാം പഠിച്ച് അന്ന് ഉറങ്ങുന്നതിന് മുമ്പ് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഹവേഴ്സ് അലോട്ട് ചെയ്ത് വെക്കണം. ദെൻ നെക്സ്റ്റ് തേർഡ് ഡേ ആവുമ്പോൾ നിങ്ങൾ ഒന്നുകൂടി റിവിഷന് വേണ്ടിയിട്ട് ആ വായിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെഡ്യൂൾ അങ്ങനെ ആയിരിക്കണം പോവേണ്ടത്. ദെൻ നെക്സ്റ്റ് നിങ്ങളുടെ ആ ഒരു വീക്കെൻഡ് ആവുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി എന്ത് ചെയ്യാം, റിവിഷന് വേണ്ടിയിട്ട് ആ വീക്കിൽ വായിച്ച കാര്യങ്ങളുടെ എല്ലാം റിവിഷന് വേണ്ടിയിട്ട് കുറച്ച് അവേഴ്സ് നീക്കി വെക്കാം.
അപ്പം അവേഴ്സും അത്രയധികം വേണ്ടി വരില്ല. കാരണം നിങ്ങൾ ഫസ്റ്റ് റീഡിങ് അന്ന് നൈറ്റ് തീർത്തിട്ടുണ്ട്, തേർഡ് റീഡിങ് നടത്തിയിട്ടുണ്ട്, പിന്നെ വീക്കെൻഡിൽ റീഡിങ് നിങ്ങൾ പെട്ടെന്ന് ആവും. പിന്നെ ആ മന്തിൽ വായിച്ച കാര്യങ്ങൾക്കെല്ലാം മന്ത് എൻഡിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ദിവസം എന്ത് ചെയ്യാം, നീക്കി വെക്കാം, അല്ലെങ്കിൽ അവേഴ്സ് നീക്കി വെക്കാം. അതനുസരിച്ചിട്ട് നിങ്ങളുടെ ആ ഒരു ഷെഡ്യൂൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് നീക്കി വെക്കാം. ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വായിച്ചു പോയിട്ട് അവസാനം റിവിഷൻ നടത്താണ്ട് നിങ്ങൾ പോയി കഴിഞ്ഞാലേ ആ ചാപ്റ്റേഴ്സ് ഒക്കെ ഒരുപാട് ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഒന്നേന്ന് തുടങ്ങിയിട്ട് ലെക്ചറൊക്കെ കേട്ട് അങ്ങനെ പോകേണ്ടി വരും. അപ്പൊ സമയം ഭയങ്കര നഷ്ടമാണ്. പക്ഷെ നേരെ തിരിച്ച് നിങ്ങൾ ഇങ്ങനെ അന്ന് തന്നെ വായിച്ച് തേർഡ് ഡേ ആവുമ്പോൾ കുറഞ്ഞ സമയം മതി. പക്ഷേ നമുക്കധികം സമയവും നഷ്ടാവില്ല. നീറ്റില് എഫക്റ്റീവ് ആകണോ, റിവിഷൻ സ്ട്രാറ്റജി പ്രോപ്പർ ആയെങ്കിലേ നീറ്റ് സ്റ്റഡി എഫക്റ്റീവ് ആവുള്ളൂ. അതിൽ ഒരു സംശയം വേണ്ട. നിങ്ങൾ റിവൈസ് ചെയ്യാതെയാണ് പോകണമെങ്കിൽ നിങ്ങൾ വിചാരിക്കും അയ്യോ റിവിഷൻ പിന്നീട് നടത്താന്ന്. അത് നിങ്ങൾക്ക് വലിയൊരു നഷ്ടമാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സെറ്റ് സെറ്റ് സെറ്റ്. അപ്പൊ നമ്മുടെ ഈ സ്ലൈഡ് നമ്മുടെ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടാണ്. എടാ നമ്മുടെ കമ്മ്യൂണിറ്റിയില് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എൻ്റർ ചെയ്യാം, ജോയിൻ ചെയ്യാം. അപ്പം അതിന് ഫീസ് ഒന്നുമില്ല, അങ്ങനെ പേടിച്ചൊന്നും നിൽക്കണ്ട. നമ്മൾ അതിനകത്ത് എൻജോയ് ചെയ്തിട്ട് അടിച്ച് പൊളിച്ച്, നീറ്റ് എന്ന് പറയാൻ വെറുതെ സ്ട്രെസ്സും ടെൻഷൻ അടിച്ചൊന്നും പഠിക്കേണ്ടതല്ല. നമ്മൾ എൻജോയ് ചെയ്തിട്ട് പഠിക്കണം. അപ്പൊ നമ്മുടെ മൈൻഡിൽ നിൽക്കും, മൈൻഡ് ഫ്രീ ആവണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിലൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മളെ കമന്റ് ബോക്സ് കത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ചാലഞ്ച് നമുക്ക് ഏറ്റെടുക്കാം. നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഇതുവരെ നിങ്ങളിപ്പം 11th അല്ലെങ്കിൽ 12th അല്ലെങ്കിൽ നീറ്റ് റിപ്പീറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ റീ റിപ്പീറ്റ് ആണെങ്കിലും നിങ്ങളുടെ അനുഭവത്തിൽ ഒരുപാട് ഫോൾട്ടുകൾ മിസ്റ്റേക്കുകൾ നിങ്ങൾ വരുത്തിയതായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ ഓരോരുത്തരും വരുത്തിയ മിസ്റ്റേക്ക് ഇങ്ങനെ കമന്റ് ആയിട്ട് എഴുതുമ്പോൾ അത് മറ്റുള്ളവർക്ക് വലിയൊരു ഹെൽപ്പ് ആയിരിക്കും. അപ്പം ഒരുമിച്ച് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവും. നിങ്ങളുടെ മറ്റുള്ളവരുടെ മിസ്റ്റേക്കുകൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് വരുത്താൻ നിങ്ങൾക്ക് പോകാൻ സാധിക്കും. അപ്പൊ കമന്റ് ബോക്സ് നിങ്ങളെ നിങ്ങൾ വരുത്തിയ മിസ്റ്റേക്കുകൾ കൊണ്ട് കമന്റ് ബോക്സ് നിറക്കും. അത് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു ചാലഞ്ച് ആയിട്ട് നിങ്ങൾ ഏറ്റെടുക്കൂ. അപ്പം അങ്ങനെ നിങ്ങൾ കമന്റ് ബോക്സ് നിറക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ബാക്കിയുള്ളവർ കാണുമ്പോൾ. നമ്മൾ ഇങ്ങനെ മടിച്ച് നിൽക്കണ്ട. സെറ്റ്. അപ്പൊ ആ കാര്യത്തിൽ ഒരു മടിയും വേണ്ട. കത്തിക്കടാ, കമന്റ് ബോക്സ് കത്തിക്കും. അപ്പം ഇത് പിന്നെ നമ്മൾ പറയണ്ടല്ലോ, ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിലങ്ങോട്ട് ഇൻവോൾവ് ആയി പോയിട്ട് നീറ്റ് പോയ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആ ഒരു കാറ്റഗറി വരരുത്. നിങ്ങളിപ്പോ സെൽഫ് മോട്ടിവേറ്റഡ് അല്ലെങ്കിൽ ഓഫ്ലൈനാണ് നിങ്ങൾക്ക് ബെറ്റർ എന്ന് ഞാൻ പറയാം. കാരണം നിങ്ങൾ ഓൺലൈൻ ഇരിക്കുമ്പം നിങ്ങൾക്കൊരു സെൽഫ് കൺട്രോൾ ഒന്നും കിട്ടുന്നില്ലെങ്കിലേ നിങ്ങൾ ഡീവിയേറ്റഡ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ഓഫ്ലൈൻ ഇരിക്കുമ്പോൾ ക്ലാസ്സിലൊക്കെ കേട്ടിരിക്കും, നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ട്. പിന്നെ അതുപോലെ ബേസ് ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബേസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒക്കെ വരും. അതെല്ലാം ഇങ്ങനെ ചോദിക്കാൻ പലപ്പോഴും ഓൺലൈൻ ആവും, പോസിബിൾ ആവണമെന്നില്ലാണ് എന്റെ ഒരു വ്യൂ പോയിന്റ്. അപ്പൊ നിങ്ങൾ ഓഫ്ലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആക്സസ് കിട്ടും, നിങ്ങളത് ചോദിച്ചിരിക്കണം. അങ്ങനെ നിങ്ങൾ പോകണം. ഈ ഒരു സംഭവം ഇതിന്റേതായ യൂസ് ഉണ്ടാവും. പക്ഷേ നമ്മള് ഓരോ സമയത്ത് ഇതിന്റെ പ്രയോറിറ്റി സെറ്റ് ചെയ്യണം. അപ്പൊ ഇതുമായിട്ട് ഇതിലങ്ങ് ഇൻവോൾവ് ആയി നമ്മുടെ പഠിത്ത സൈഡ് ആയി കഴിഞ്ഞാൽ പോയടാ, നീറ്റ് പോയി. അപ്പൊ നിങ്ങൾ അങ്ങനെ ആവരുത്. നമ്മുടെ കാര്യങ്ങളെ പ്രയോറിറ്റി സെറ്റ് ചെയ്യണം. അതനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ. അപ്പം സെറ്റ് സെറ്റ്. അടുത്ത സ്ലൈഡിൽ നമുക്ക് നോക്കാം. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ തവണ ഞാനൊരു സ്റ്റുഡന്റിന്റെ കേസ് പറയാം. അവര് തേർഡ് റിപ്പീറ്റ് എങ്ങാണ്ടാണ്. പക്ഷേ സ്റ്റിൽ അവസാനമായപ്പോഴും അവർക്ക് പേടിയാണ്. ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആകുമോ, അങ്ങനെ പേടിച്ചിട്ട് അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തെറ്റായ മാർഗത്തിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. യു ആർ ഇൻ എ റോങ് ഡിറക്ഷൻ. അപ്പൊ നിങ്ങൾ നേരിന്റെ പാതയിലൂടെ മുന്നോട്ട് നീങ്ങാൻ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആടാ നീറ്റ്. ഇതില്ലാണ്ട് 1 കൊല്ലം പഠിച്ചിട്ട് 2 കൊല്ലം പഠിച്ചിട്ടും കാര്യമില്ല. നീറ്റ് കിട്ടൂല. അപ്പം ബയോളജി NCERT, ഓൾ ഇൻ ഓൾ NCERT. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, PYQs ചെയ്ത് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്പീഡ് കൂട്ടും. പിന്നെ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുമല്ലോ. അപ്പൊ അതൊക്കെ, കാരണം ബയോളജി ഒന്നും അധികം നമുക്ക് അങ്ങനെ ടൈം കിട്ടണമെന്നില്ല. ഉണ്ടെങ്കിൽ ചെയ്തോളൂ. പക്ഷെ ഞാൻ എപ്പോഴും പറയാം, ബയോളജി NCERT ദെൻ PYQs എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ ഒക്കെ അങ്ങ് റെഡി ആയിക്കോളും. കെമിസ്ട്രിക്ക് നമുക്ക് എന്ത് ചെയ്യണം എന്നാ, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ NCERT സ്റ്റാർട്ട് ചെയ്യും. NCERT എക്സാമ്പിൾ കാര്യങ്ങൾ, ബാക്ക് എക്സസൈസ് ഒക്കെ നിങ്ങൾ ചെയ്യുക. ദെൻ അതൊക്കെ നമ്മൾ PYQസിലോട്ട് പോവുക. സെറ്റായി, PYQs കാര്യങ്ങളൊക്കെ സെറ്റായി, റിവൈസ് ഒക്കെ ചെയ്തു സെറ്റായി. നിങ്ങൾക്ക് ഫിസിക്കൽ കെമിസ്ട്രിയും അതുപോലെ ഓർഗാനിക് ഒക്കെ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനകത്ത് പ്രോബ്ലംസ് ഒക്കെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുവാനുള്ള
അതുപോലെ ക്വസ്റ്റ്യൻ കാണുമ്പം ഐഡിയാസ് കത്തുവാനുള്ള ഒരു ഒരു കേപ്പബിലിറ്റി നമുക്ക് വരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുക കെമിസ്ട്രി. തിയറി പെട്ടെന്ന് തീർക്കാം. തിയറി ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്, തിയറി മാത്രമുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് തീർക്കാൻ സാധിക്കും. അപ്പൊ കെമിസ്ട്രിയിലെ അപ്രോച്ച് അങ്ങനെയാണ്. പിന്നെ ഓർഗാനിക്കിലോട്ട് പോകുമ്പോൾ നിങ്ങൾ, അത് ഞാൻ പിന്നീട് പറയാം. പിന്നെ ഫിസിക്സ് ആൻഡ് ഫിസിക്കൽ കെമിസ്ട്രി. ഫിസിക്സ് ആൻഡ് ഫിസിക്കൽ കെമിസ്ട്രി ഞാൻ പറഞ്ഞു, അത് നമ്മൾ ഫിസിക്കൽ കെമിസ്ട്രി ചെയ്യുന്ന പോലത്തെ ഫിസിക്സ് ആകുമ്പോഴും ഇപ്പം നീറ്റിന്റെ കട്ട് ഓഫ് ലെവൽ അറിയാലോ, അതുകൊണ്ട് ഫിസിക്സ് NCERT തന്നെ അതിലെ സോൾഡ് എക്സാമ്പിൾസ്, NCERTയുടെ ബാക്ക് എക്സസൈസ് ഒക്കെ നിങ്ങൾ ചെയ്യണം. കാരണം നിങ്ങളെ കോമ്പീറ്റ് ചെയ്യുന്ന ആളുകൾ അതൊക്കെ ചെയ്യുന്നുണ്ടാ, സൂപ്പർ റിപ്പീറ്റ്, തേർഡ് റിപ്പീറ്റ് ഒക്കെ ചെയ്യുന്നവർ. അപ്പൊ നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. ഇപ്പൊ NCERT സ്റ്റാർട്ട് ചെയ്യുക, തിയറി ചാപ്റ്റേഴ്സ് ഒക്കെ NCERT വായിക്കുക, സമ്മറി പോയിന്റ്സ് ടു പോയിന്റർ ഒക്കെ വായിക്കുക. ദെൻ നിങ്ങൾ ഇക്വേഷൻസ്, ഫോർമുലാസ് ഒക്കെ എഴുതി വെക്കാൻ നോട്ട്, ഒരു ബുക്ക് സെപ്പറേറ്റ് ഉണ്ടാവുക, അതിലൂടെയൊക്കെ പോവുക. NCERTയിലെ സോൾഡ് എക്സാമ്പിൾസ് നോക്കുക, ദെൻ ബാക്ക് എക്സസൈസ് നോക്കുക, അതെങ്ങനെയാണ് PYQs ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക, PYQs മാക്സിമം ചെയ്യുക. ദെൻ അതിനോടനുബന്ധിച്ച് നിങ്ങൾ ഫിസിക്സ് ആൻഡ് ഫിസിക്കൽ കെമിസ്ട്രി ഒരുപാട് പറ്റാവുന്ന അത്രയും ക്വസ്റ്റ്യൻ ചെയ്യടാ. അപ്പൊ നമ്മുടെ ഷെഡ്യൂൾ ഉണ്ടല്ലോ, ആ ഷെഡ്യൂളിനകത്ത് നമുക്ക് ഓരോരോ ചാപ്റ്റേഴ്സ് നമ്മൾ അലോട്ടഡ് ആയിട്ടുള്ള ഡേഴ്സ് ഉണ്ടാവും. അതനുസരിച്ച് നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും നിങ്ങൾ ചെയ്യും. അപ്പം ഫിസിക്സ് ആൻഡ് ഫിസിക്കൽ കെമിസ്ട്രി എങ്ങനെയാണ്? അപ്പം നമ്മൾ എപ്പോഴും പറയുന്ന, ആദ്യം നിങ്ങൾ NCERT സ്റ്റാർട്ട് ചെയ്തിട്ട് PYQs പിന്നെ ഈ ഒരു ഏരിയയിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ചെയ്യാവുന്ന അത്രയും ക്വസ്റ്റ്യൻ ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് വേഗത കിട്ടുള്ളൂ. അപ്പം നമ്മളെ കാര്യങ്ങൾ നമ്മൾ സെറ്റാക്കി. ഇനി അടുത്ത സ്ലൈഡിൽ നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് ഈ ഒരു സ്ലൈഡ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറയാം, നമുക്കൊരു +1 സയൻസ് ട്യൂഷനോടൊപ്പം നീറ്റ്, CUT, BSc നഴ്സിംഗ്, ഫാർമസി, പാരാമെഡിക്കൽ, അങ്ങനെ വിവിധ എൻട്രൻസ് എക്സാമുകൾക്ക് നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ ഒരു സൂപ്പർ ബാച്ച് നമ്മൾ തുടങ്ങുന്നുണ്ട്. പക്ക നീറ്റ് ലെവലിൽ നിങ്ങളെ റെഡിയാക്കും, അതോടൊപ്പം ബോർഡ് എക്സാമിന് നിങ്ങളെ സ്കോർ ചെയ്യിപ്പിക്കും. അപ്പൊ ആ രീതിയിലാണ്. വളരെ കുറച്ച് സ്റ്റുഡൻസിന് മാത്രമാണ് ഒരു ഫെസിലിറ്റി. ഇപ്പം കറന്റ് നമ്മൾ ഓഫ്ലൈനിലാണ്, വരും സൂൺ നമ്മൾ ഓൺലൈനിലോട്ട് മാറാമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഓൺലൈനിലോട്ട് വരുമ്പോൾ കൂടുതൽ പേർക്ക് ആ ഫെസിലിറ്റി അവൈലബിൾ ആവും. നമ്മളിപ്പം അത് ഓഫ്ലൈൻ ആയിട്ടാണ്. അപ്പം അത് മലപ്പുറത്ത് ആയതുകൊണ്ട് മേ ബി നമ്മൾ മലപ്പുറത്തുള്ളവർക്ക് യു ക്യാൻ, അതിന്റെ ആ ഒരു നമ്പർ നിങ്ങൾക്ക് ഞാനിപ്പം ഇവിടെ പറയാം, പിന്നെ അതിന്റെ പോസ്റ്റ് നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. അപ്പം യു ക്യാൻ കോണ്ടാക്ട് ദിസ് നമ്പർ. അപ്പൊ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ അതിനകത്ത് ഉറപ്പുവരുത്താം. വളരെ കുറഞ്ഞ സ്റ്റുഡൻസിനാണ്, അടിച്ച് പൊളിച്ച് പഠിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, പഠിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ. പിന്നെ സ്റ്റഡി അവേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, 6 മണിക്കൂർ പഠിച്ചാൽ മതിയോ എന്നൊക്കെ ചോദിക്കും. 6 മണിക്കൂർ കുറവാടാ, നമ്മൾ കൂട്ടണം. നമ്മൾ 10ഉം 12 ആക്കണോടാ. 14 ആക്കാൻ പറ്റിയ ബെസ്റ്റ്. അവസാനമൊക്കെ ആകുമ്പോൾ 15, 16 പഠിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നിങ്ങളിപ്പം തിയറി ഒക്കെ വായിക്കേണ്ട ആളാണല്ലേ, ഈ 6 hours കൊണ്ട് എത്തൂലടാ, ഒരു വർഷം കൊണ്ട് എത്തൂല. അപ്പൊ എക്സാം ടൈം മാനേജ്മെന്റിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് റൗണ്ടിൽ ഈസി ക്വസ്റ്റ്യൻസ് മാത്രം, സെക്കൻഡ് റൗണ്ടിൽ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ എക്സാം ഹാളിലങ്ങ് ഇരിക്കുമ്പോഴേ, നീറ്റിനൊക്കെ ആകുമ്പോൾ നല്ല സ്ട്രെസ്ഡ് ആയിരിക്കും. അപ്പൊ ഈസി ക്വസ്റ്റ്യൻ മാത്രം, കണ്ട ആൻസർ കിട്ടുന്ന രീതിയിൽ ഉറപ്പായ ക്വസ്റ്റ്യൻ മാത്രം ബബിൾ ചെയ്ത് പോവാം. പിന്നെ സെക്കൻഡ് റൗണ്ട് വരുമ്പോൾ നമ്മൾ എക്സാം ഹാളിനോടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ റിലാക്സ്ഡ് ആവും, ബബിൾ ചെയ്യാനൊക്കെ എളുപ്പമായി തോന്നും, കൺസെപ്റ്റ് ഒക്കെ അങ്ങ് കത്താൻ തോന്നും. ആ സമയത്താണ് നമ്മൾ സെക്കൻഡ് റൗണ്ട് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അതല്ലാണ്ട് ആദ്യം തന്നെ പോയി കഴിഞ്ഞാൽ പോയി. അപ്പം അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ ബയോളജിക്ക് ആകുമ്പോൾ 1 മിനിറ്റിൽ 3 ക്വസ്റ്റ്യൻ 4 ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യാൻ ശ്രദ്ധിക്കാം. ബയോളജി ഫാസ്റ്റ് ആയി കഴിഞ്ഞാൽ ഫിസിക്സ് കെമിസ്ട്രിക്ക് നിങ്ങൾക്ക് ടൈം കിട്ടും. അപ്പം ബയോളജി 1 മണിക്കൂറൊക്കെ എടുത്തു കഴിഞ്ഞാലേ, ഫിസിക്സ് ന്യൂമറിക്കലൂടെയാണല്ലേ, കെമിസ്ട്രി ഒക്കെ ന്യൂമറിക്കൽ കുറയണ്ടല്ലേ, പോയി കയ്യിൽ നിന്ന് പോയി. അപ്പൊ നിങ്ങളെ ശ്രദ്ധിക്കുക ആദ്യം തന്നെ. പിന്നെ ഫിയറാടാ വലിയ മോട്ടിവേറ്റർ. പേടി, നിങ്ങൾ പഠിക്കുന്ന കുട്ടികളെ ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് പേർക്ക് ഭയങ്കര ടെൻഷൻ ആൻസൈറ്റി ആയിരിക്കും. ടെൻഷൻ ആൻസൈറ്റി ഉള്ളതുകൊണ്ടാണ് പഠിക്കുന്നത് എന്ന് വെച്ചാൽ ഭയങ്കര ടെൻഷൻ ഇല്ല, ഒരു മോഡറേറ്റ് ലെവൽ. അപ്പൊ ഫിയർ വേണം. സമയമില്ല. സമയം നോക്കണ്ടടാ, സമയമില്ല. നീറ്റിന് പഠിക്കാൻ ടൈം കുറവാ, വൈഡാ സിലബസ്. അതുകൊണ്ട് പാർക്കിൻസൺസ് ലോനെ കൗണ്ടർ ചെയ്യാൻ പഠിക്കുക. അത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ലിങ്ക് കമന്റ് ബോക്സിൽ ഒരുപാട് ലിങ്ക് ഉണ്ട് കേട്ടോ. അപ്പൊ മൊത്തം കമന്റ് ബോക്സിൽ എന്റെ ലിങ്കാണ്. നിങ്ങളുടെ കമന്റ് കൊണ്ട് നിങ്ങൾ അങ്ങ് കത്തിക്കുക, മൊത്തത്തിൽ കമന്റ് ബോക്സിൽ നിന്നിട്ട് അങ്ങ് പുകയണം. ഓക്കെ, സെറ്റ്. എടാ ഇത് കണ്ട, ഇത്രയും ബുക്ക് വായിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, നമുക്ക് ഒരുപാട് വായിക്കാണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അറിയോ? കാറ്റഗറൈസ് ചെയ്യണം. ചുമ്മാ ഇങ്ങനെ അറിയുന്ന ചാപ്റ്റേഴ്സ് വായിക്കുക, അല്ലെങ്കിൽ തിയറി ഒക്കെ വായിച്ച് ഇങ്ങനെ സമയം കളയരുത്. നമ്മൾ തിയറി എന്ത് ചെയ്യാന്നറിയോ? തിയറി വായിക്കേണ്ട ചാപ്റ്റേഴ്സ് പെട്ടെന്ന് തിയറി വായിച്ച് തീർത്തിട്ട് അത് റിവൈസ് ചെയ്യുന്ന മോഡിലോട്ട് മാറ്റി വെക്കുക. അപ്പൊ കുറെ ചാപ്റ്റേഴ്സ് അങ്ങ് റിവിഷൻ മോഡിലോട്ട് അങ്ങ് ആദ്യം തന്നെ അങ്ങ് മാറ്റി വെക്കും നമ്മൾ. അപ്പൊ ഓരോരോ ചാപ്റ്റേഴ്സ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യണം. നമ്മൾ എവിടെയാ വീക്ക്, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ഏതാണ്, അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. മുന്നോട്ട് പോകുമ്പോൾ ആ ചാപ്റ്റേഴ്സ് മാർക്ക് ചെയ്തിട്ട് അതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. കാറ്റഗറൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആ.
അപ്പൊ എല്ലാം ഒരുപോലെയല്ല നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചെസ് ബോർഡിലെ സ്ട്രാറ്റജി എന്ന് പറയുന്ന പോലെ ഓരോ ചാപ്റ്റേഴ്സിനും നമുക്കൊരു അപ്രോച്ച് ഉണ്ടായിരിക്കണം, ഓരോ സബ്ജക്റ്റിനും നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. അങ്ങനെ നമ്മൾ തിയറി ചാപ്റ്റേഴ്സ് ഇപ്പൊ ബയോളജി ഒക്കെ ആവുമ്പം ഞാൻ പറയാ വളരെ പെട്ടെന്ന് തീർത്തിട്ട് റിവിഷൻ മോഡിലോട്ട് മാറ്റാം. കെമിസ്ട്രിയിലെ തിയറി ഒക്കെ അങ്ങനെ. ഓർഗാനിക്കും അതുപോലെ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഓർഗാനിക് നമ്മൾ പഠിച്ചത് ആവിയായി പോകും പെട്ടെന്ന്. വൊളാറ്റിലിറ്റി കൂടുതലാണ്. നമ്മൾ ഈ ഓർഗാനിക് കോമ്പണൻസ് ഒക്കെ പെട്ടെന്ന് വൊളാറ്റൈൽ ആവും എന്ന് പറഞ്ഞ പോലെ ഓർഗാനിക് കെമിസ്ട്രിയും നമ്മളെ ബ്രെയിനിൽ നിന്ന് മൈൻഡിൽ നിന്ന് പെട്ടെന്ന് വൊളാറ്റൈൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഓർഗാനിക് ആദ്യം തന്നെ ഒരു ചാർട്ട് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എന്നും ഡെയിലി ഓരോ ചാപ്റ്ററിലെ റിയാക്ഷൻസും കാര്യങ്ങളും മെക്കാനിക്സും ഒക്കെ ഇങ്ങനെ നോക്കി പോയിക്കുക. അപ്പൊ ഓർഗാനിക് പിന്നെ ഒരു ഭാരമാവില്ല. ഒരുപാട് സ്റ്റുഡൻസിന്റെ അടുത്ത് നിന്ന് എനിക്ക് അവർ പറഞ്ഞൊരു കാര്യമാണ് അവസാനമാകുമ്പോൾ, ഓർഗാനിക് പഠിച്ചു പക്ഷേ ഓർമ്മയില്ല. അതങ്ങനെയാ ഓർഗാനിക്. അതുകൊണ്ട് ഓർഗാനിക് ആദ്യം തന്നെ ചാർട്ട് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഡെയിലി ഓരോ ചാപ്റ്റേഴ്സ് ഓർഗാനിക്കിലൂടെ പോയിക്കുക. പിന്നെ GOC ആകെ നമ്മൾ പിന്നീട് പറയും. ഓക്കെ, മെക്കാനിക്സ് കാര്യങ്ങൾ. അപ്പം കാറ്റഗറൈസ് ചെയ്തില്ലേ? ഓക്കെ, എന്റെ ചുവട്ടിൽ ഇത് ഇളകി വരുന്നുണ്ട്. അപ്പം കുറച്ച് കാലമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യല് ഒന്ന് സ്റ്റോപ്പ് ആയിരുന്നു. അതോടുകൂടിയിട്ട് പിന്നെ നമ്മുടെ കമ്പ്യൂട്ടർ എന്നോട് മിണ്ടാണ്ടായി. കമ്പ്യൂട്ടർ സൗണ്ട് ഞാൻ പറയുന്ന ഒന്നും അങ്ങോട്ട് കമ്പ്യൂട്ടർ കേൾക്കാണ്ടായി, സൗണ്ട് പിടിക്കില്ല, സൗണ്ട് റെക്കോർഡർ പോയി നടത്തും. പിന്നെ ഞാൻ പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്നു, എന്നിട്ടാണ് ഇപ്പൊ കമ്പ്യൂട്ടറായിട്ട് സംസാരിക്കുന്നത്. അതാണ് ഇയാൾ. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ കിട്ടാത്ത ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യണം. അങ്ങനെ മാർക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്കുകൾ, നമുക്കൊരു മിസ്റ്റേക്ക് ബുക്ക് ഉണ്ടാവുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. അതിൽ മാർക്ക് ചെയ്ത് വെക്കുക. എക്സാം ഒക്കെ വരുമ്പോൾ മിസ്റ്റേക്ക് ബുക്കിലൂടെ നമ്മൾ റിവൈസ് ചെയ്ത് പോവുക നമുക്ക് വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മൾ ഓരോരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും അതിനകത്ത് ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് കിട്ടുന്നതൊക്കെ നമ്മൾ വിട്ടു, കിട്ടാത്തതൊക്കെ മാർക്ക് ചെയ്തു. അടുത്ത റൗണ്ടിൽ നമുക്ക് അതേ പിന്നീട് ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ. മറ്റേത് നമ്മൾ എളുപ്പം കിട്ടുന്നതല്ലേ, ചെയ്തതല്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു സ്ട്രാറ്റജിയിൽ പോവുക. ഇതൊക്കെ പിന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. പിന്നെ നമ്മൾ മറക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോവുക നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങളൊക്കെ. അപ്പം പിന്നീട് അത് മറന്നു പോകും. നിങ്ങൾ അത് പിന്നീട് വായിക്കാൻ വിചാരിച്ചാൽ. അപ്പം ഡൗട്ട് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതൊക്കെയാണ്. അപ്പം ഇതിനകത്ത് പ്രത്യേകിച്ച് ഇപ്പൊ നമുക്ക് പറയുവാനൊന്നുമില്ല. സാർ ഇങ്ങനെ സില്ലി ആയിട്ട് പറയല്ലേ, സാർ ഒന്ന് സീരിയസ് ആവും എന്നൊക്കെ പറയുന്നവരുണ്ടാവും. എടാ, നീറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് അടിച്ച് പോകാനുള്ളതല്ല, ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറയുന്നത്. പിന്നെ ഒരു സംഭവം ഉണ്ടല്ലോടാ, ഇതാടാ എല്ലാം നീറ്റിന്റെ എല്ലാം എന്ന് പറയുന്ന പോലെ എല്ലാം ഇതാടാ. ബയോളജി എന്ന് പറഞ്ഞാൽ NCERT PYQs നേരത്തെ നമ്മൾ പറഞ്ഞു. കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ NCERT. പക്ഷേ ഓർഗാനിക് കെമിസ്ട്രി NCERT മാത്രം പഠിച്ചുകൊണ്ടിരുന്ന മെക്കാനിക്സ് ഒന്നും മനസ്സിലാവില്ല. ഫ്രം മൈ എക്സ്പീരിയൻസ് ഐ ക്യാൻ ടെൽ യു, GOCക്ക് നിങ്ങൾ അതിന്റെ മെക്കാനിസം മനസ്സിലാകണമെങ്കിൽ ഔട്ട് ഓഫ് NCERT മൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം GOC നിങ്ങൾ നന്നായിട്ട് തന്നെ വായിക്കണം. ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ ആദ്യത്തെ മെക്കാനിസം പറയുന്ന ഭാഗങ്ങൾ. അപ്പൊ GOC 1 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫിസിക്കൽ കെമിസ്ട്രി നിങ്ങൾ NCERT വായിക്കണം. NCERTയിലെ സോൾഡ് എക്സാം അതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ഔട്ട്സൈഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ ചെയ്യണം. ഫിസിക്സും അതുപോലെ തന്നെയാണ്, ഫിസിക്സ് ആൻഡ് ഫിസിക്കൽ കെമിസ്ട്രി. അപ്പം ഫിസിക്സ് NCERT വായിക്കണമെന്ന് ചോദിക്കും. ഇപ്പൊ കോമ്പറ്റീഷൻ ഭയങ്കര ടഫാടാ. ഫിസിക്സ് തൊട്ട് നിങ്ങളെ കൂടെ ഉള്ളവർ അതൊക്കെ വായിക്കുന്നവർ സൂപ്പർ റിപ്പീറ്റേഴ്സ് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഫിസിക്സും NCERT വായിക്കണം. അപ്പൊ NCERT അതിന് പുറമെ ഓർഗാനിക് കെമിസ്ട്രി ഔട്ട്സൈഡ് NCERT, GOC മെക്കാനിക്സ് ഒക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഫിസിക്കൽ കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് പ്രോബ്ലം മാക്സിമം NCERT വായിച്ചുകൊണ്ടിരുന്നിട്ട് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്കോർ ചെയ്യാൻ പറ്റില്ല. പ്രാക്ടീസ് ചെയ്യണം ഒരുപാട്. അപ്പൊ അതാണ് സെറ്റ്. അപ്പൊ നിങ്ങൾ NCERT. അപ്പൊ നമ്മുടെ സാറേ ടൈം കഴിഞ്ഞില്ലേ, എന്താ പിന്നെ ഈ ക്ലോക്കും കൊണ്ട് വന്നേക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത് വേറെ കാര്യമാണ്, അത് വേറെ സമയം. അപ്പം എന്താ സംഭവം എന്നറിയാം. നിങ്ങൾ ഇപ്പൊ ആവറേജ് അല്ലെങ്കിൽ ബേസ് ലെവലിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റുഡന്റ് ആണെങ്കിലേ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് അങ്ങനെ സമയം വൈകി കഴിഞ്ഞാൽ നിങ്ങളെ കൂടെ മത്സരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാവർക്കും കോമ്പറ്റീഷൻ ഒന്നാ, എക്സാം ഒന്നാ. റിപ്പീറ്റേഴ്സ്, സൂപ്പർ റിപ്പീറ്റേഴ്സ് ഒക്കെ അവര് ഫുൾ ടെസ്റ്റ് മോഡിലായിരിക്കും ഇപ്പോഴേ മൂവ് ചെയ്യുന്നത്. അവര് തിയറി ഒക്കെ കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്ത. അപ്പൊ നിങ്ങൾ ഈ ഫുൾ ചാപ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞ് ടെസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഡിലേ ആയി കഴിഞ്ഞാൽ പലപ്പോഴും പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇപ്പം ഡിസംബർ അല്ലെങ്കിൽ ജാനുവരി ഒക്കെ ആകുമ്പോഴാണ് തിയറി തീരുന്നത്. അപ്പൊ അങ്ങനെ ഒരു കേസ് നിങ്ങൾക്ക് വരാൻ, നിങ്ങൾക്ക് ഏറ്റവും നേരത്തെ തിയറി തീരണം, എന്നിട്ട് ഫുൾ ടെസ്റ്റ് മോഡിലോട്ട് നിങ്ങൾ മാറണം. നിങ്ങൾ കൂടുതൽ ഫുൾ ടെസ്റ്റ് സീരീസ്, മോക്ക് ടെസ്റ്റ് എഴുതാൻ നിങ്ങൾക്ക് കഴിയണം. പലപ്പോഴും പല സ്റ്റുഡൻസും അവസാനം ഏപ്രിൽ മെയ്യിലൊക്കെ ആയിരിക്കും ഫുൾ തീരുന്നത്. ബാക്കി പെൻഡിങ്ങും ബാക്ക്ലോഗും ഒക്കെ വന്ന് അവസാനം ഫുൾ ടെസ്റ്റ് മോഡിലോട്ട് എത്തുമ്പോഴേക്കും നീറ്റായി. അപ്പം പിന്നെ അവിടെ പ്രാക്ടീസിന് അവസരമില്ല.
അപ്പൊ അത് നിങ്ങൾ മിനിമം നമുക്കൊരു ഡിസംബറിലെങ്കിലും നിങ്ങൾ മാക്സിമം നിങ്ങളുടെ പോർഷൻസ് ഒക്കെ ഫിനിഷ് ചെയ്ത് ഫുൾ ടെസ്റ്റ് മോഡിലോട്ട് മാറാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇഫ് യു ആർ എ ബേസ് അല്ലെങ്കിൽ ആവറേജ് സ്റ്റുഡന്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിയറി വായിക്കേണ്ട സ്റ്റുഡന്റ് ആണെങ്കിലൊക്കെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പെട്ടെന്ന് നിങ്ങൾ അത് വായിച്ച് തീർത്തിട്ട് ഫുൾ ടെസ്റ്റ് മോഡിലോട്ട് കംപ്ലീറ്റ് ആ ഒരു ഫുൾ ടെസ്റ്റ് മോഡിലാണ് നമ്മുടെ നീറ്റ്. അതിൽ എത്രത്തോളം നിങ്ങൾ ആ ഒരു ഫുൾ ടെസ്റ്റ് മോഡിൽ പ്രാക്ടീസ് ചെയ്യുന്നു, അതാണ് നിങ്ങളുടെ നീറ്റിന്റെ റിസൾട്ട് ഡിറ്റർമിൻ ചെയ്യുക. ഒരുപാട് സ്റ്റുഡൻസിന്റെ ആദ്യമൊക്കെ നല്ല സ്കോർ ചെയ്യും, പക്ഷെ ഫുൾ ടെസ്റ്റിലോട്ട് എത്തുമ്പോൾ അവർ സ്കോർ അങ്ങ് വീക്ക് ആവും. അപ്പൊ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഫുൾ ടെസ്റ്റ് ഒരുപാട് ചെയ്യുമ്പോൾ അത് ശരിയായി കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് നോട്ടബിൾ പോയിന്റ്. സാറേ ഒരു അവസാനമില്ലേ, കുറെ നേരമായല്ലോ പറയാൻ തുടങ്ങിയിട്ടെന്ന്. ഇല്ലടാ, കഴിഞ്ഞു, ഉറങ്ങിക്കോ. അപ്പം ഇതാടാ ഫുഡ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ബിരിയാണി മന്തി ഒന്നും അല്ല ഇത്. ഹെൽത്തി ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പൊ എന്താണ് നമ്മുടെ മെമ്മറി കൂട്ടാൻ വേണ്ടിയിട്ട് കഴിക്കേണ്ട ഫുഡ്സിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫോക്കസ് ഷാർപ്പാക്കാൻ, മെമ്മറി ഷാർപ്പാക്കാൻ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക കേട്ടോ. പിന്നെ ഉറക്കം ഇമ്പോർട്ടന്റ് ആണ്. ഉറക്കം ഒടിച്ചിട്ട് കാണാൻ കുറെ സ്റ്റുഡൻസ് ക്ലാസ്സിൽ വന്നിട്ട് ഉറങ്ങുന്നു. അതുകൊണ്ട് ഒരു കാര്യമില്ല. ക്ലാസ്സിലാണ് നമ്മൾ ഫോക്കസ് വേണ്ടത്. ദെൻ പിന്നെ നമ്മൾ ഉറങ്ങണം. അപ്പം ആദ്യമൊക്കെ ഉറങ്ങിക്കൊള്ളൂടാ. ഇപ്പൊ ടീനേജേഴ്സിനൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് സയന്റിഫിക്കലി റെക്കമെൻഡഡ് ആയിട്ടുള്ള ടൈം 8 hours ആണ്. അപ്പൊ നിങ്ങളൊക്കെ ഇപ്പൊ ഏജ് കുറവുള്ള കുട്ടികളല്ലേ, നിങ്ങൾക്ക് ഇപ്പൊ നന്നായി ഉറങ്ങണം. അപ്പം ഉറങ്ങിക്കോളൂ. ഉറങ്ങിയിട്ട് പഠിക്കണം. ഉറങ്ങാതെ പഠിച്ചാണ്ടല്ലോ മെമ്മറി പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്പീഡ് കുറയും, എഫിഷ്യൻസി കുറയും, ബ്രെയിൻ സെല്ലൊക്കെ ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ നിങ്ങളുടെ കോഗ്നിഷൻ ഒക്കെ കുറയും, ബുദ്ധിയൊക്കെ, ഇന്റലിജൻസ്, മെമ്മറി ഒക്കെ പോകും. അപ്പം നല്ല ഫുഡൊക്കെ കഴിക്കിട്ടോ. അതൊക്കെ ഉണ്ട്, നമ്മുടെ നല്ല വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് കാറ്റഗറി ഒക്കെ കഴിക്കും. എക്സസൈസ് ചെയ്യടാ. അതൊരു പഠനമുണ്ട്. എന്ത് സംഭവം എന്നറിയോ? അതായത് ഇപ്പം ഭയങ്കര ഫാസ്റ്റ് നടക്കുന്ന ആളുകൾക്ക്, നല്ല മെമ്മറി ഉള്ള ആളുകൾ, നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകൾ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന പറയുന്നത്. അപ്പൊ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് നടന്നിട്ട് നമ്മളെ ബുദ്ധി കൂടുന്നതല്ല, ഇന്റലിജന്റ് ആയ ആളുകൾ ഫാസ്റ്റ് ആയിരിക്കും എന്നാണ്. ബട്ട് എനിവേ എക്സസൈസ് അത് ഡിഫറെന്റ് ആണ്. ഞാൻ പറഞ്ഞ കാര്യം, എക്സസൈസും അക്കാദമിക് പെർഫോമൻസും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട്. ഒരുപാട് സ്റ്റഡികളിൽ പ്രൂവ് ചെയ്യപ്പെട്ട കാര്യമാണത്. അപ്പം നടന്നോടാ, ഒരു 10 മിനിറ്റ് ഒക്കെ ഇങ്ങനെ കുത്തിയിരുന്ന് പഠിക്കുന്നതിന് പകരം ഇടയ്ക്കൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ എക്സസൈസ് ചെയ്യുക ആദ്യമൊക്കെ. അപ്പൊ ആദ്യമല്ല, എപ്പോഴും ചെയ്യണം. അപ്പം അത് പെർഫോമൻസ് കൂട്ടും, നിങ്ങളുടെ മെമ്മറി, നിങ്ങളുടെ സ്കോറൊക്കെ കൂട്ടൂടാ. നമ്മളറിയില്ല, ചിലപ്പോൾ നമുക്ക് 4 മാർക്ക് കിട്ടുന്നത് നടന്നിട്ടായിരിക്കും. അപ്പൊ അങ്ങനെയും കിട്ടണം. അപ്പൊ നമ്മൾ നമ്മൾ പോവാണ്. അപ്പം പറഞ്ഞേക്ക പോലെ കാര്യങ്ങളൊക്കെ. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു. ഇല്ല, ഓക്കെ, അപ്പൊ സെറ്റ്. നമുക്ക് അത് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൻ എനേബിൾ ആക്കി വെച്ചോ. പറയാൻ മറന്നു നോക്കാം. അപ്പൊ നമ്മൾ അവിടെ പറയും. പിന്നെ കേട്ടില്ല, കണ്ടില്ല എന്നൊന്നും പറയണ്ട. സബ്സ്ക്രൈബ് ചെയ്തോ, ബെല്ലൈക്കൻ എനേബിൾ ആക്കിക്കോ. ആള് കൂടുമ്പോ കിടിലം കണ്ടന്റ് വരും. അപ്പം കത്തിക്ക് കമന്റ് ബോക്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.